ഹായ്, എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾക്കും ആശയങ്ങൾക്കും നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ എങ്ങനെ കഴിയും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇത് സാധിച്ച ചില മഹാരത്നന്മാരുടെ ചിന്തകളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒരു പാട്ടുകാരൻ, ഒരു കൊമേഡിയൻ, പിന്നെ ഒരു സിവിൽ റൈറ്റ്സ് ലീഡർ, ഇവരൊക്കെ തമ്മിൽ എന്താ ഒരു കോമൺ കണക്ഷൻ എന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, അല്ലേ? ഇതിന്റെ അവസാനമാകുമ്പോഴേക്കും ഇവർക്കെല്ലാം പൊതുവായുള്ള ആ ശക്തമായ രഹസ്യം നമ്മൾ കണ്ടെത്തും. അപ്പോ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. വാക്കുകൾക്ക് എങ്ങനെയാണ് സത്യത്തെ നിർമ്മിക്കാനും ചിലപ്പോൾ മറച്ചുവെക്കാനും കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഭാഷയെപ്പറ്റി നമ്മൾ എന്താ സാധാരണ ചിന്തിക്കാറ്? സംസാരിക്കാനും എഴുതാനുമൊക്കെയുള്ളൊരു ടൂള്, അല്ലേ? പക്ഷെ സംഭവം അങ്ങനെയല്ല. ഭാഷ വെറുതെ ലോകത്തെ വിവരിക്കുകയല്ല, അത് ലോകത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വാക്കുകൾക്ക് പുതിയ ലോകങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാഷയുടെ രണ്ട് വശങ്ങൾ, അല്ലെങ്കിൽ രണ്ട് അറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്ത് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ, അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചത് ഒരു പുതിയ ലോകം, ഒരു പ്രതീക്ഷയുടെ ലോകം തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ്. എന്നാൽ മറുവശത്ത് കൊമീഡിയനായ ജോർജ് കാർലിൻ, അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളെ മറച്ചുപിടിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, വെറും വാക്കുകളല്ലാലേ. ആവർത്തിച്ചാവർത്തിച്ച് കിങ് ഇത് പറഞ്ഞപ്പോൾ അതൊരു പ്രസംഗം മാത്രമല്ലതായി മാറി, അതൊരു താളമായി, ആളുകളുടെ ഹൃദയത്തിൽ തട്ടുന്നൊരു മന്ത്രം പോലെയായി. ലക്ഷക്കണക്കിന് ആളുകളെ ഒരൊറ്റ സ്വപ്നത്തിനു കീഴിൽ ഒന്നിപ്പിക്കാൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ജോർജ് കാർലിന്റെ ഐഡിയയിലേക്ക് വരാം. സോഫ്റ്റ് ലാംഗ്വേജ്, കേൾക്കാൻ നല്ല ഭംഗിയൊക്കെയുള്ള, പക്ഷെ സത്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വാക്കുകൾ. ഒരു ഉദാഹരണം പറയാം. പണ്ട് യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ച സൈനികരുടെ അവസ്ഥയെ ഷെൽ ഷോക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ വാക്കിനൊരു ഭാരമുണ്ടല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ അതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD എന്ന് പറയുന്നു. കാർലിൻ ചോദിക്കുന്നത് ഇതാണ്: ഈ പുതിയ വാക്ക് ആ വേദനയെ ഒരു മെഡിക്കൽ ടേമാക്കി മാറ്റുന്നില്ലേ? ആ യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നില്ലേ? അപ്പോ വാക്കുകളുടെ ശക്തി നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്തൊരാശയത്തിലേക്ക് പോകാം. പെർഫെക്ഷനിലല്ല, മറിച്ച് നമ്മുടെ കുറവുകളിലാണ് യഥാർത്ഥ സൗന്ദര്യവും അർത്ഥവും ഒളിഞ്ഞിരിക്കുന്നത് എന്ന ചിന്ത. ഈ ആശയം ഏറ്റവും മനോഹരമായി പറഞ്ഞുവെച്ചത് ഒരുപക്ഷെ ലിയോണാർഡ് കോഹൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ആ പ്രശസ്തമായ വരികളുണ്ടല്ലോ, എല്ലാറ്റിലും ഒരു വിള്ളലുണ്ട്, അതിലൂടെയാണ് വെളിച്ചം അകത്തേക്ക് കടക്കുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടാണല്ലേ? അപ്പോ എന്താണ് കോഹൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വിള്ളൽ, അത് നമ്മൾ ഓരോരുത്തരിലുമുള്ള കുറവുകളാണ്, അപൂർണതകളാണ്. പക്ഷേ ആ വിള്ളലുകളിലൂടെയാണ് വെളിച്ചമുള്ളിലേക്ക് വരുന്നത്. ആ വെളിച്ചമെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്, സ്നേഹമാണ്, സത്യമാണ്. അതായത് നമ്മുടെ കുറവുകൾ ഒരവസാനമല്ല, മറിച്ച് പുതിയ സാധ്യതകളിലേക്കുള്ള, ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള വഴികളാണ്. കോഹന്റെ ഈ ആശയം നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹങ്ങളിൽ. അവിടെ കല ഒരു രക്ഷാമാർഗമായി മാറും. ഏമി മൊറേൽസ് ലാര പറയുന്നത് പോലെ, അത്തരം കമ്മ്യൂണിറ്റികളിൽ ആളുകൾക്ക് അവരുടെ കഥകൾ പറയാനും വേദനകൾ പങ്കുവയ്ക്കാനും പരസ്പരം താങ്ങാനാവാനും കല ഒരു വഴിയൊരുക്കുന്നു. കല ആ വിള്ളലിലൂടെ കടന്നുവരുന്ന വെളിച്ചം തന്നെയായി മാറുന്നു. ഇതേ ആശയം, അതായത് അപൂർണതയിലെ സൗന്ദര്യം, നമുക്ക് ഹാസ്യത്തിലും കാണാൻ പറ്റും. കാരണം സമൂഹത്തിന്റെ കുറവുകളെയും പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടുകയാണല്ലോ ആക്ഷേപഹാസ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം തികച്ചും വ്യത്യസ്തമായ, കുറച്ചുകൂടി രസകരമായ ഒരു ആംഗിളിൽ നിന്ന് കാണാൻ നമുക്ക് നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിലേക്ക് പോകാം. ബഷീറിന്റെ ഈ കഥയിലെ ഐഡിയ നോക്കൂ. ഒരാളുടെ മൂക്കിന് അല്പം നീളം വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് അതൊരു ലോകവാർത്തയാവുന്നു. രാഷ്ട്രീയക്കാരും മീഡിയയും എല്ലാവരും അതിന് പിന്നാലെയാണ്. ഇതിലൂടെ ബഷീർ എന്താ ചെയ്യുന്നത്? നമ്മൾ എത്ര നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ സമൂഹത്തിന്റെ പൊള്ളത്തരം എത്ര വലുതാണെന്ന് മുഖത്തടിക്കുന്നതുപോലെ കാണിച്ചു തരികയാണ്. ഇതുവരെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ലോകത്തെ എങ്ങനെ മാറ്റാമെന്നതിലേക്ക് കടക്കാം. തത്വങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് അടുത്ത ഭാഗം. അഹിംസ. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപക്ഷെ അക്രമം ചെയ്യാതിരിക്കുക എന്നാവും. പക്ഷേ ഗാന്ധിജിയുടെ അഹിംസ അതായിരുന്നില്ല. അതൊരു നിഷ്ക്രിയമായ ആശയമല്ല, മറിച്ച് സ്നേഹം, അനുകമ്പ, സത്യം എന്നിവ ഉപയോഗിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ആക്റ്റീവ് ഫോഴ്സ്, ഒരു സജീവ ശക്തിയാണ്. അതെ, ഇതൊരിക്കലും ഒരു നിഷ്ക്രിയ പ്രതിരോധമല്ല. ഇത് ശരിക്കും ധൈര്യം വേണ്ട ഒന്നാണ്. 1. സ്നേഹത്തോടെ പ്രവർത്തിക്കുക. 2. എത്ര പ്രകോപനമുണ്ടായാലും തിരിച്ചടിക്കാതെ അനീതിയെ നേരിടുക. 3. ധാർമ്മികമായ ആ ശക്തി ഉപയോഗിച്ച് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരിക. ഇത് വെറുതെയിരിക്കലല്ല, മറിച്ച് ഏറ്റവും വലിയ പ്രവർത്തനമാണ്. ഗാന്ധിജിയുടെ ഈ ആശയം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതിന്റെ സ്വാധീനം ലോകമെമ്പാടും നമുക്ക് കാണാം. അമേരിക്കയില്
പൗരാവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ, ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയ നെൽസൺ മണ്ടേല, ഇവരുടെയെല്ലാം സമരങ്ങൾക്കു ഊർജം പകർന്നത് ഈ അഹിംസ സിദ്ധാന്തമാണ്. അപ്പോ നമ്മൾ വീണ്ടും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് എത്രയെത്ര ഭീഷണികൾ നേരിടേണ്ടി വന്നു, എത്ര അക്രമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം അഹിംസ എന്ന തത്വത്തിൽ പാറ പോലെ ഉറച്ചുനിന്നു. ആ ഒരു നിർഭയമായ നിലപാടാണ് അദ്ദേഹത്തെ സമാധാനത്തിന്റെ അചഞ്ചലനായ പോരാളിയാക്കി മാറ്റിയത്. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെക്കാം. ഇതിനെ നമുക്ക് സത്യം കണ്ടെത്താനും ലോകത്തെ മാറ്റാനും സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റ് എന്ന് വിളിക്കാം. നമ്മൾ തുടങ്ങിയത് ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു പാട്ടുകാരൻ, ഒരു കൊമീഡിയൻ, ഒരു സിവിൽ റൈറ്റ്സ് ലീഡർ, ഇവർക്കെല്ലാം പൊതുവായി എന്താണുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് ഉത്തരമറിയാം. അവരെല്ലാം ലോകത്തെ കാണാനും മനസ്സിലാക്കാനും മാറ്റിമറിക്കാനും സഹായിക്കുന്ന ചില ശക്തമായ ടൂളുകൾ ഉപയോഗിച്ചവരാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടൂൾസ്? ലിയോണാർഡ് കോഹൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ കുറവുകളിൽ പ്രതീക്ഷ കണ്ടെത്താനാണ്. അതാണ് രൂപകം. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആവർത്തനം ഒരു സന്ദേശത്തെ എങ്ങനെ ശക്തമാക്കാമെന്ന് കാണിച്ചു തന്നു. ബഷീറിന്റെ ആക്ഷേപഹാസ്യം സമൂഹത്തിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടാൻ സഹായിച്ചു. ജോർജ് കാർലിന്റെ നേരിട്ടുള്ള ഭാഷ യാഥാർത്ഥ്യത്തെ നേർക്കുനേർ കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചു. ഗാന്ധിയുടെയും കിങ്ങിന്റെയും തത്വങ്ങളിലുള്ള ഉറച്ച പ്രവർത്തനം യഥാർത്ഥ മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്ന് പഠിപ്പിച്ചു. ഇപ്പോ ഈ ടൂൾസ് എല്ലാം നിങ്ങളുടെ കയ്യിലുമുണ്ട്. അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. വിള്ളലുകൾ നിറഞ്ഞ ഈ ലോകത്ത് ഈ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് വെളിച്ചത്തെ അകത്തേക്ക് കടത്തിവിടാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.